പാതിരാത്രി മൂവി റിവ്യൂ. 2 പോലീസുകാർ, ഒരു പാതിരാത്രി കൊലപാതകം, നവ്യയുടെ ഗംഭീര തിരിച്ചുവരവ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുക. 2001 ഇഷ്ടം എന്ന സിബി മലയിൽ ചിത്രത്തിലൂടെ ഇഷ്ടനായികയായി മലയാളികൾ നെഞ്ചേറ്റിയ താരമാണ് നവ്യ നായർ. പിന്നീട് അങ്ങോട്ട് ഒട്ടേറെ ഹിറ്റ് ചിത്രങ്ങളുടെ ഭാഗമായി നവ്യ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ബിഗ് സ്ക്രീനിൽ എത്തുന്ന ചിത്രമാണ് പാതിരാത്രി. പുഴു എന്ന ചിത്രത്തിലൂടെ ശ്രദ്ധേയയായ റത്തീന സംവിധാനം ചെയ്ത ക്രൈം ഡ്രാമ ത്രില്ലർ ചിത്രം പാതിരാത്രിയിലൂടെ ഗംഭീര തിരിച്ചുവരവാണ് നവ്യ നടത്തിയിരിക്കുന്നത്. ഇലവീഴ പൂഞ്ചിറ എന്ന ചിത്രത്തിന് ശേഷം ഷാജി മാറാട് രചിച്ച ചിത്രമാണ് പാതിരാത്രി. മുൻ ചിത്രത്തിന് സമാനമായി ഒരു പോലീസ് സ്റ്റോറി എന്ന് തന്നെയാണ് പാതിരാത്രിയും. എങ്കിലും ഇലവീഴ പൂഞ്ചിറയിൽ നിന്ന് വ്യത്യസ്തമായാണ് ചിത്രം മുന്നോട്ട് നീങ്ങുന്നത്. നവ്യ നായർക്കൊപ്പം തുല്യ പ്രാധാന്യമുള്ള കഥാപാത്രമായി സൗബിൻ ഷാഹിറും കാന്താര, KGF 1, 2 എന്നീ ചിത്രങ്ങളുടെ മലയാളികൾക്ക് സുപരിചിതമായ കന്നഡ താരം അച്യുത് കുമാറും ശ്രദ്ധേയ വേഷത്തിൽ ചിത്രത്തിലുണ്ട്. നവ്യ നായരുടെ സിനിമാ കരിയറിലെ ആദ്യ പോലീസ് വേഷമാണ് പാതിരാത്രിയിലേത്. കുടുംബത്തിലെ പ്രശ്നങ്ങൾക്കിടയിലും തൻ്റെ ചുമതലകൾ ആത്മാർത്ഥമായി നിർവഹിക്കുന്ന SIയെയാണ് നവ്യ നായർ അവതരിപ്പിച്ചത്. ജാൻസി സമാനമായ അവസ്ഥയിലൂടെ കടന്നുപോകുന്ന സൗബിൻ ഷാഹിറിൻ്റെ ഹരീഷ് കോൺസ്റ്റബിൾ ആണ്. ഇരുവരും ഒന്നിച്ച് നൈറ്റ് പെട്രോളിങ്ങിന് പോയ അന്ന് പാതിരാത്രിയിൽ ഒരു അപ്രതീക്ഷിതമായി ഒരു കുറ്റകൃത്യം നടക്കുന്നു. പിന്നീട് അങ്ങോട്ട് നടക്കുന്ന ഉദ്യോഗജനകമായ സംഭവങ്ങളാണ് ചിത്രം പതിഞ്ഞ താളത്തിൽ പറയുന്നത്. ചിത്രം അവസാനിപ്പിച്ചുവെന്ന് കരുതുന്നിടത്ത് അപ്രതീക്ഷിതമായ ട്വിസ്റ്റ് കൂടി കാണിച്ചുകൊണ്ടാണ് എൻഡ് ക്രെഡിറ്റ് കാണിക്കുന്നത്. റഷീദ് എന്ന മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥനായി തൻ്റെ കരിയറിൽ ഇന്നുവരെ ചെയ്തിട്ടില്ലാത്ത ഗൗരവപൂർണമായ വേഷം ഹരിശ്രീ അശോകൻ അനായാസം ഫലിപ്പിച്ചിട്ടുണ്ട്. മർമ്മപ്രധാനമായ വേഷത്തിലെത്തിയ ഇന്ദ്രൻസും തൻ്റെ ഭാഗം ഗംഭീരമാക്കി. പോലീസ് സ്റ്റേഷനിലെ രംഗങ്ങളെല്ലാം വളരെ റിയലിസ്റ്റിക്കായി തന്നെ ചിത്രീകരിക്കാൻ സംവിധായകർക്ക് കഴിഞ്ഞിട്ടുണ്ട്. മമ്മൂട്ടിയെ പ്രതിനായകയാക്കിയ ഒരുക്കിയ പുഴുവിൽ നിന്ന് പാതിരാത്രിയിലേക്ക് എത്തുമ്പോൾ കൊമേഴ്സ്യൽ സിനിമയെ കൈയടക്കത്തോടെ സമീപിക്കുന്ന റത്തീനയാണ് കാണാൻ കഴിയുക. പുഴുവിലൂടെ ശക്തമായ രാഷ്ട്രീയമാണ് സംവിധായക പറഞ്ഞതെങ്കിൽ ഇവിടെ അത് 100% സിനിമാറ്റിക് ആയ ത്രില്ലറാണ്. ജേക്സ് ബിജോയ് ഒരുക്കിയ പശ്ചാത്തല സംഗീതവും ഗാനങ്ങളും സിനിമയുടെ മൂഡ് നിലനിർത്തുന്നതിൽ നിർണായക പങ്കാണ് വഹിച്ചത്. സണ്ണി വെയ്ൻ, ആൻ അഗസ്റ്റിൻ, ആത്മീയ രാജൻ, ശബരീഷ് വർമ്മ, സോഹൻ സീനുലാൽ എന്നിവരും പ്രധാന വേഷത്തിലെത്തുന്നു. സിനിമാസാധകരുടെ പ്രിയപ്പെട്ട ജോണറാണ് ക്രൈം ത്രില്ലറുകൾ. അതിൽ തന്നെ സ്ലോ പേസ് ത്രില്ലറുകൾ ആകാംക്ഷയും പിരിമുറുക്കവും വളരെയധികം ഉയർത്തുന്നതാണ്. ഈ വിഭാഗത്തിൽപ്പെട്ട മികച്ചൊരു സിനിമാറ്റിക് അനുഭവമാണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ പാതിരാത്രിക്ക് ധൈര്യമായി ടിക്കറ്റ് എടുക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുക.